ഹലോ, അസ്സാം വലൈക്കും. ഗുഡ് മോർണിംഗ്. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ചായ കുടിച്ചിട്ടോ എല്ലാ പണിയും തുടങ്ങാറ്. കാലി ചായ, അതിന് പ്രത്യേകിച്ചൊന്നും കൂട്ടൂല. കാലി ചായ ഇട്ട് കുടിക്കും, നല്ല കടുപ്പത്തിൽ വേണം എനിക്ക്. കാക്കും അങ്ങനെ തന്നെയാണ്. ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു ടേസ്റ്റിയായ ഒരു മുട്ടക്കറിയാണേ. ഉള്ളി നല്ലപോലെ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി നല്ലോണം വഴറ്റുക. ഒരു വലിയുള്ളി മതി കേട്ടോ. വലുതാണെങ്കിൽ അതിലേക്ക് തക്കാളി, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് അടിച്ചിടുക. 3 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടി പോകരുത് കേട്ടോ. നമ്മൾ മയോനൈസെല്ലാം അടിച്ചാൽ വെള്ളം മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ മഞ്ഞയാണ് കേട്ടോ അത് എന്നിട്ട് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇളക്കരുത്. സിമ്മിലിട്ടാൽ മുട്ട നല്ലപോലെ വെന്ത് കിട്ടും. മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റാട്ടോ കറിക്ക്. മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വെജിറ്റബിളിൻ്റെ ഒരു കറി ഉണ്ടാക്കാം. ഉള്ളി വഴറ്റി അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ വഴറ്റുക. 2 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല പോലെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം തക്കാളി അടിച്ചത് ഒഴിക്കുക. വെളുത്തുള്ളി, ഇഞ്ചിയും തക്കാളിയും കൂടി അതെല്ലാം ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ മുരിങ്ങക്കായാണ് കറി വെക്കുന്നത്. അതിലേക്ക് കായപ്പയും മാങ്ങയും അതും ചേർക്കുന്നുണ്ട്. ഇത് പച്ചമാങ്ങാണ്. ഈ രീതിയിൽ ആരെങ്കിലും കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അത് പാവയ്ക്കാണ് കേട്ടോ. അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലോണം വെന്ത് വറ്റിയതിന് ശേഷമാണ് അതിലേക്ക് തേങ്ങ ഒഴിക്കാവൂ. അത് പെരിഞ്ചീരകവും ഉലുവയും കടുവും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഗ്യാസ് തീർന്നപ്പം വിറകടുപ്പിലേക്ക് മാറ്റിയതാണ്. വെന്ത് വറ്റിയാൽ തേങ്ങ അരച്ച് അതിൽ ചേർത്തു. ഇനി നമുക്കൊരു ഇലയപ്പം ഉണ്ടാക്കാം. ചക്ക വരട്ടി വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അരിപ്പൊടി പരത്തിയിട്ട് അതിലേക്ക് ചക്ക വരട്ടിയതും വെച്ച് തേങ്ങ, ഏലക്കായും ഇത്തിരി പഞ്ചസാര ഇട്ടൊന്ന് ഒതുക്കിയതിന് ശേഷം അതിൽ വെച്ച് മടക്കി ആവി ചെമ്മിലിട്ട് വേവിച്ചെടുത്തതാണേ. നല്ല ടേസ്റ്റിയായ അടയാണ്. മുട്ടക്കറിയും വെജിറ്റബിൾ കറിയും എല്ലാം റെഡിയായിട്ടോ. പത്തിരിയും റെഡിയായി. ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ജോലിയാട്ടോ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.